നമസ്കാരം. മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുക. എന്തായാലും അർജന്റീന ഈ വിൻഡോയിൽ വരില്ല എന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടി മെസ്സി കേരളത്തിൽ വരില്ല എന്ന് ഉറപ്പായി. പക്ഷേ മെസ്സി ഇന്ത്യയിലേക്ക് വരും. മെസ്സി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് മുംബൈയിലും മറ്റൊന്ന് ഡൽഹിയിലുമാണ്. മെസ്സി മുംബൈയിലെത്തുന്നത് ഡിസംബർ 14 ഡൽഹിയിലെത്തുന്നത് 15 ഡിസംബറുമാണ്. അതിൻ്റെ കൃത്യമായ ബ്രോഷർ ഉൾപ്പെടെയുള്ള ചാർട്ട് പുറത്തു വന്നിരിക്കുന്നു. മെസ്സി എന്തായാലും ഇന്ത്യയിലെത്തും, ഈ വർഷം തന്നെ എത്തും. പക്ഷേ എത്താൻ പോകുന്നത് കേരളത്തിലല്ല എന്നുള്ളത് ഈ നിമിഷം തന്നെ പറയട്ടെ. കേരളത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാം, അത് എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ എന്തായാലും ഈ വർഷം മെസ്സി കേരളത്തിലേക്ക് വരില്ല, പകരം ഇന്ത്യയിലേക്ക് എത്തും. ഇന്ത്യയിലെത്താൻ പോകുന്നത് മുംബൈയിലും ഡൽഹിയിലുമാണ്. മുംബൈയിലെത്താൻ പോകുന്നത് 14 ഡിസംബറിൽ, ഡൽഹിയിലെത്താൻ പോകുന്നത് 15 ഡിസംബർ. ഇനി മെസ്സി എത്തുമ്പോൾ മാത്രമല്ലല്ലോ, നമുക്കെന്താണ് മെസ്സി വരുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. 4 തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് റേറ്റുകൾ അധികമാണ്. കാരണം മെസ്സി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആവണമല്ലോ. 4 തരം എക്സ്പീരിയൻസുകളാണ് പ്രേക്ഷകർക്ക് കിട്ടുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തത് ദ ഗോട്ട് ഫാൻ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അതെന്താണെന്നല്ലേ, ഗോട്ട് നമ്മുടെ മെസ്സി ഗോട്ട് ഫാൻ എക്സ്പീരിയൻസ് ഉള്ളതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അത് ആദ്യത്തത് പ്രൈവറ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ളതാണ്. പ്രൈവറ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറയുന്നത് മെസ്സിയെ നേരിട്ട് കാണുക, മെസ്സിയോടൊപ്പം 1-on-1 നിന്ന് സംസാരിക്കുക, മെസ്സിയോടൊപ്പം നിന്ന് സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, ഫോട്ടോ സെഷൻ ഉണ്ടാവും, നമുക്ക് കുശലം പറയാം. അങ്ങനെ വളരെയധികം നമുക്കൊരു പേഴ്സണൽ മൊമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനൊപ്പം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദി ഒരുക്കുന്നതാണ് പ്രൈവറ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. രണ്ടാമത്തത് പേഴ്സണൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി. മെസ്സിയോടൊപ്പം തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിയുന്നൊരു ഓപ്പർച്യൂണിറ്റി. എന്താ അല്ലേ, ഫുട്ബോൾ ആരാധകർക്ക്, മെസ്സി ആരാധകർക്ക് ഇതിൽ പരം എന്ത് വേണം? ചിലപ്പോൾ സ്വപ്നം പോലും പലരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. പലരും AI-യിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഇത് ഒറിജിനൽ ഗോട്ട് അടുത്ത് നിർത്തിക്കൊണ്ട് പേഴ്സണൽ ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫീസിലും സ്കൂളിലൊക്കെ നമ്മൾ തന്നെ താരം അല്ലേ, അങ്ങനെ കിട്ടിക്കഴിയുകയാണെങ്കിൽ. മൂന്നാമത്തത് ഓട്ടോഗ്രാഫ്ഡ് അർജന്റീന ജേഴ്സിയാണ്. മെസ്സിയുടെ കൈപ്പടയിൽ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് മെസ്സി സൈൻ ചെയ്ത് അർജന്റീന ജേഴ്സി നേരെ കൊണ്ട് കൈ തരും. ആഹാ, എജ്ജാതി സാധനം. നാലാമത്തത് ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. അത് ലഞ്ചാണ്. ലഞ്ച് കുറച്ച് ഗസ്റ്റുകളോടൊപ്പം നിർന്നുകൊണ്ട് മെസ്സിയോടൊപ്പം ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാം. അഞ്ചാമത്തത് മെസ്സിയുടെ പെനാൽറ്റി ഷോക്കേസാണ്. അത് മുംബൈയിലാണ് നടക്കുന്നത്, വാങ്കഡെ സ്റ്റേഡിയത്തിൽ. മെസ്സി പെനാൽറ്റി എടുക്കുമ്പോഴേക്കും അതിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് മെസ്സി പെനാൽറ്റി എടുക്കുന്നത് തൊട്ടരികിലിരുന്ന് കാണാം. ഇതാണ് അഞ്ചാമത്തെ എക്സ്പീരിയൻസ്. ആറാമത്തത് മെസ്സിയെ കാണാനായി ബോളിവുഡ് താരങ്ങൾ, ക്രിക്കറ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരെത്തും. അവരോടൊപ്പം എല്ലാവരെയും ചേർന്ന് ആ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നമുക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു 6 എക്സ്പീരിയൻസ് ആണ് എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് 1 ആയ ഗോട്ട് ഫാൻ എക്സ്പീരിയൻസിൽ നൽകുന്നത്. ഇതിനായി ഒരാൾ മുടക്കേണ്ട തുക എന്ന് പറയുന്നത് 9,95,000 രൂപയാണ് ഒരു വ്യക്തിയിൽ നിന്നും ഈടാക്കുന്നത്. അതായത് ഏകദേശം 10 ലക്ഷം രൂപയാണ് ഈ കാര്യത്തിൽ ഈടാക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് കൂടുതലാണോ കുറവാണോ എന്നത് സംബന്ധിച്ചൊക്കെ നിങ്ങൾ പറയുക. മെസ്സിയായിട്ട് 1-on-1 എക്സ്പീരിയൻസ്, ജേഴ്സിയിൽ ഓട്ടോഗ്രാഫ്, ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം, മെസ്സി പെനാൽറ്റി എടുക്കുന്നത് നേരിട്ട് കാണാം, ബാക്കിയുള്ള താരങ്ങളും ക്രിക്കറ്റേഴ്സിനോട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. 10 ലക്ഷം രൂപ ഒരാൾക്ക് റേറ്റ്. നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഫാദർ ആൻഡ് സൺ എക്സ്പീരിയൻസ് ആണ്. അത് 2 പേർക്ക് ചെയ്യാൻ പറ്റും. അതായത് അച്ഛനും മകനും കൂടി ഒരുമിച്ചിരുന്ന് കഴിയാൻ പറ്റുന്നതാണ്. അത് ഇതേപോലെ രീതിയിൽ തന്നെയാണ്, ഇതേ സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ 6 കാറ്റഗറിയിൽ തന്നെയാണ്. ഇത് നമുക്ക് അച്ഛനോടൊപ്പം 2 പേർ ചേർന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 2 പേർ കൂടി ആകുമ്പോഴേക്കും പാക്കേജ് പ്രൈസ് എന്ന് പറയുന്നത് 12.5 ലക്ഷം രൂപയാണ്. അതായത് അച്ഛനും മോനും കൂടി രീതിയിൽ പോകുമ്പോഴേക്കും 12.5 ലക്ഷം രൂപയാണ്. നേരത്തെ ഒരാൾക്ക് 10 ലക്ഷം, ഇത് 12.5 ലക്ഷമാണ്. ഇനി അടുത്തുള്ളത് ഫാമിലി എക്സ്പീരിയൻസ് ആണ്. കുടുംബത്തോടൊപ്പം ആ രീതിയിൽ പോകാൻ എന്നുള്ളതാണ്. അതിനകത്ത് മാറാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലഞ്ചിന് 4 പേർക്കൊപ്പം ഇരുന്ന് കഴിക്കാം. പെനാൽറ്റി ഷോക്കേസ് നമുക്ക് 4 പേർക്ക് ഇരുന്ന് കാണാം. ബോളിവുഡ് താരങ്ങളോടൊപ്പം 4 പേർക്ക് പോകാം. അങ്ങനെ 4 പേരാണ് ഫാമിലി എക്സ്പീരിയൻസ് വരുന്നത്. ഫാമിലി എക്സ്പീരിയൻസിന് ഒരു കുടുംബം മുടക്കേണ്ട പാക്കേജ് 25 ലക്ഷം രൂപയാണ്. അതായത് ഒരാൾക്ക് പോകണമെങ്കിൽ 10 ലക്ഷം രൂപ, ഫാദർ ആൻഡ് സണ്ണ് പോവുകയാണെങ്കിൽ 12 ലക്ഷം രൂപ, ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ 25 ലക്ഷം രൂപ. ഇനിയുള്ളത് കോർപ്പറേറ്റ് ഫെലിസിറ്റേഷൻ പാക്കേജ് ഉണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ടീമുകൾക്കൊക്കെ ആയിട്ട് പോകണമെങ്കിൽ 10 പേരാണ് മാക്സിമം ഒരു കോർപ്പറേറ്റ് ടീമിലായിട്ട് പോകാൻ പറ്റുക. ഇതേ എക്സ്പീരിയൻസുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു കോർപ്പറേറ്റ് ടീമിന് ചാർജ് ചെയ്യുന്നത് 95 ലക്ഷം രൂപയാണ്. 10 പേർക്കായിട്ട് ഒരു ടീമായിട്ടായിരിക്കും പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതിൽ നിങ്ങൾ ആരെങ്കിലും മെസ്സിയെ കാണാൻ വേണ്ടിയിട്ട് മുംബൈയിലോ ഡൽഹിയിലോ 14 15 ഡിസംബറിൽ ഈ വർഷം പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ റേറ്റുകൾ, ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാം, ഒരുമിച്ച് ഒരു ജേഴ്സിയിൽ സൈൻ കിട്ടും, ഒപ്പം വരുന്നത് ഫുഡ് കഴിക്കാം, അത് ലഞ്ച് കഴിക്കാം, പെനാൽറ്റി എടുക്കാൻ പോകുന്നത് നേരിട്ട് കാണാം. അങ്ങനെ പല മെസ്സി ആരാധകരും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് 2 മാസത്തിനുള്ളിൽ കിട്ടും.
കാണാൻ താല്പര്യമുള്ളവർക്ക് നേരെ വിട്ടോ, വാങ്കഡെ സ്റ്റേഡിയത്തിൽ, മുംബൈയിൽ, ഡൽഹിയിൽ നേരെ വിട്ടോ, പോയി നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഈ പൈസയും കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ വരുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം.